ഗൈസ്, സ്ട്രോക്കെക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ RX ഡെയിലി യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എൻ്റെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസും ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണ് ഞാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നമ്മുടെ ഫാമിലിയിൽ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഡെയിലി യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവർക്ക് ചെറിയ നല്ലൊരു ഇൻഫർമേറ്റീവ് ആകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൗണ്ടുകളും അപ്പുറത്തെ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കാവുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കണം, നമ്മുടെ വോയിസിന് അത് പ്രശ്നമാകാം. നമുക്ക് എക്സ്റ്റേണൽ മൈക്രോഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഒന്ന് ക്ഷമിക്കണം. അപ്പം നമ്മുടെ വണ്ടിയിലുണ്ടായ കംപ്ലയിൻറ്റുകൾ തന്നെ ആദ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കോൺസെറ്റ് പോയായിരുന്നു കേട്ടോ. കോൺസെറ്റ് നല്ല രീതിക്ക് അടി വരാൻ തുടങ്ങി, നല്ല ഷേക്ക് വരാൻ തുടങ്ങി, സൗണ്ടും വരാൻ തുടങ്ങി. പിന്നെ ഒരാളിനൊക്കെ ഇരുത്തിയിട്ട് ബാക്കിൽ ഒരാളും കൂടി ഇരുത്തിയിട്ട് നമ്മൾ സ്ലോ സ്പീഡിലൊക്കെ ട്രാഫിക്കിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി കൈ കിട്ടാത്ത ലെവലിൽ തെന്നാൻ തുടങ്ങി. നമ്മുടെ ഫ്രണ്ട് ഫോർക്ക് സീലുകൾ രണ്ടും ഡാമേജ്, നല്ല രീതിക്ക് ഓയിലും പുറത്ത് പോയി. കാരണം വെച്ചാൽ നമ്മൾ പോകുന്ന റോഡ് അത്രയും നല്ല റോഡായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യം തീരുമാനം നല്ല രീതിക്ക് രണ്ടും നല്ല രീതിക്ക് സ്ക്രാച്ച് ആയി എന്തായാലും മാറ്റേണ്ട ലെവലാണ്. പക്ഷേ കുറച്ചും കൂടെ നമ്മുടെ ഓയിലിനൊപ്പം നല്ല തിക്ക് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഓയിൽ സീലും കൂടി ഇട്ടിട്ടാണ് അനുസരിക്കാതെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അത് ലീക്കായിട്ടില്ല. ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്യുന്ന ശേഷം കുറച്ച് ഓടിയുണ്ട്, പക്ഷേ എന്നാലും വലിയ രീതിക്ക് ലീക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അടുത്തൊരു വലിയൊരു പണിയായിരുന്നു നമ്മുടെ റിംസിറ്റുകൾ മൊത്തം ഈ റിമ്മുകളെല്ലാം പൊട്ടിപ്പോയായിരുന്നു. ഒരു ഏകദേശം 4-5 ഒരെണ്ണം പൊട്ടി, പിന്നെ ഓരോന്ന് പൊട്ടി കേട്ടോ. അപ്പോൾ അത് മൊത്തം മാറി, അത് പുതിയ വാങ്ങിയിട്ട് അത് പ്ലേറ്റ് ചെയ്തിട്ടാണ് കയറ്റിയിരിക്കുന്നുണ്ടോ. അത് മൊത്തം മാറ്റി അത് മൊത്തം പ്ലേറ്റിങ്ങിന് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ടുള്ളതായിട്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഹബ്ബ് വന്നിട്ട് ഹബിനുള്ളിൽ സ്പ്രിങ് പൊട്ടിയിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ച് അതിൻ്റെ ഉള്ളിൽ ലൈന് പോകണം. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് കീ സൗണ്ടും ഒരുമാതിരി ചെറിയ ലോക്കായി നിൽക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ അതും സ്ലീവ് അടിച്ചു, അതേപോലെ തന്നെ ഇതിൽ പെയിൻറ്റും അടിച്ചു. അതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ കണ്ണുമ്മർത്തുള്ള വർക്കുകളിൽ മെയിനായിട്ടുള്ള വർക്ക്. നല്ലൊരു കോസ്റ്റ് പൊട്ടിക്കുന്നത് അതിലാണ്. അതേപോലെ നമ്മുടെ ടയർ മാറിയായിരുന്നു കേട്ടോ. നമ്മുടെ സെയിം ടയർ തന്നെ, മെഷിലിൻ്റെ സെയിം ടയർ തന്നെ, 315 സെയിം ടയർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സെയിം പാറ്റേൺ, 2 പാറ്റേൺ ഉണ്ട്, പക്ഷേ നമ്മൾ അതേ പഴയ പാറ്റേൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ടയറാണ് കേട്ടോ. അത് എൻ്റെ പേഴ്സണലി ഞാൻ പറയാം, റെക്കമെൻഡ് ചെയ്ത് മറ്റേ പ്രൊമോഷനൊന്നുമില്ല, പക്ഷേ നല്ലൊരു ടയർ തന്നെയാണ് കേട്ടോ മെഷീന്. എനിക്ക് ടയർ പഞ്ചറാണല്ല, ടയർ മാറ്റുന്ന ആ ലെവലിൽ വരെയും ഇതുവരെ ഒരു പഞ്ചർ പോലും കിട്ടിയിട്ടില്ല. ടയർ മൊത്തം പോയിട്ടും ടയർ മൊത്തം മുട്ടയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഈ സ്പോക്ക് കയറി കുത്തിയിട്ട് ട്യൂബ് പൊട്ടി. പക്ഷേ ടയറിനുള്ള ഒരു ഡാമേജ് ഇതുവരെ, ടയർ മുട്ടയാകുന്നവരെയും ഒരു പ്രശ്നം, ഒരു പഞ്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് എൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ഈ ടയറിൻ്റെ കേട്ടോ. പിന്നെ ഈ വണ്ടി കിട്ടിയ മെയിൻ പ്രോബ്ലമാണ് ക്ലച്ച് പ്ലേറ്റുകൾ പോയിട്ടോ. നമ്മൾ ക്ലച്ച് പ്ലേറ്റ് മാത്രമാണ് കൊണ്ട് മാറാൻ നിൽക്കുമ്പോഴാണ് ക്ലച്ച് ബെല്ല്, പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ മൊത്തം പോയി. മറ്റേ നമുക്ക് ഒറിജിനൽ എന്നിട്ട് കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് നമുക്ക് മെക്കിനോ പറഞ്ഞ ബെല്ലാണ് ഉപയോഗിച്ചത്. അതിന് മേലെ പ്രഷർ പ്ലേറ്റുകളും ചെറിയ രണ്ട് പ്ലേറ്റ് വരുമല്ലോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്ന ബെല്ലിൻ്റെ മേലേക്ക് വയ്ക്കുന്ന ഒരു, ഞാനിവിടെ കൊടുക്കാം അതിൻ്റെ പാർട്സുകളുടെ ഫോട്ടോസ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം. ആ 2 മാത്രം യമഹൻ്റെ കിട്ടി. പക്ഷേ പഴയ ക്വാളിറ്റി ഒന്നും പുതിയ ഒരു സ്പെയറിനും ഇല്ല കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നിറയെ മാനുഫാക്ചർ ഡിഫക്റ്റുകളൊക്കെ പുതിയ സ്പെയറുകളുണ്ട്. പിന്നെ യമഹൻ്റെ ഒറിജിനൽ ക്ലച്ച് പ്ലേറ്റ് തന്നെ ഉപയോഗിച്ചത്. പക്ഷേ എത്തൊക്കെ ചെയ്തിട്ടും പുതിയ ക്ലച്ചെല്ലാം മാറ്റിയിട്ടും ആ പഴയൊരു പവർ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ വണ്ടിയിൽ അത് എന്താണെന്നറിയില്ല, എന്തിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല. ഒരു പഴയൊരു ടോർക്കും പവറൊന്നും എനിക്ക് കിട്ടുന്നില്ല. ആ പഴയ ഓൾഡ് സ്പെയറിനുള്ള ഒരു, അല്ലെങ്കിൽ ആ ഓൾഡ് സ്പെയറിനുള്ള ക്വാളിറ്റി ഇപ്പോൾ ഏത് സ്പെയറിനും വരുന്നില്ല. നല്ലൊരു ഓൾഡ് സ്പെയറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ക്ലച്ച് ബെല്ലും അങ്ങനെയുള്ള സെറ്റിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചോ, എത്രയോ ഉപകാരമാണ്. എന്തായാലും മറക്കാതെ അതൊന്ന് എടുത്ത് വെക്കാൻ നോക്കുക, കിട്ടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ നമ്മൾ ചെറിയ വർക്കുകൾ, നമ്മുടെ സസ്പെൻഷൻ ബുഷുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു നമ്മുടെ ഈ സ്വിംഗ് ഒരു ഇഷ്യൂ. സ്വിംഗ് ഈ ഒരു കേബിളുണ്ട്, ഒരു റോഡ് പോകുന്നുണ്ടോ നമ്മുടെ ഡ്രമ്മിന് പിടിച്ചിരിക്കുന്നത്, ആ ഡ്രമ്മിൻ്റെ സാധനം ഇവിടെ നിന്ന് ചീന്തി കീറിപ്പോയി. ഞാൻ ഫോട്ടോ ഞാൻ കൊടുക്കാം. ഈ സംഭവം ഈ സ്റ്റേ അടിയിൽ നിന്ന് ഇങ്ങനെ ചീന്തി പോയിരിക്കുക. കാരണം കുറച്ച് ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക് ചവിടുന്ന സമയത്ത് ഈ സംഭവം ഇവിടെ നമുക്ക് നല്ല ലോഡ് വരും. ആ ലോഡ് എടുക്കുന്നത് ഈ ഒരു കമ്പിയാണ്, ഈ ഉള്ളിൽ കാണുന്ന ഒരു കമ്പിയാണ്. ആ കമ്പി ഇനി മെല്ലെ വലിഞ്ഞ് മൊത്തം മെറ്റലേ ചീന്തി വന്നിരിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും അത് ഇവിടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ആ ഒരു സിറ്റുവേഷനൊക്കെ ആയി. നമ്മുടെ വണ്ടിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം നല്ല രീതിക്ക് ഓടി. ഈ വർക്കുകൾ വന്നിട്ട് അത്യാവശ്യം നല്ല കിലോമീറ്റർ, 10-30,000 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് ഒരു മേജർ വർക്കുകൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റ് നികത്തും തോറും വേറെ കംപ്ലയിൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 12,000 രൂപയുടെ അടുത്ത് ഈ ലേബറും എല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇടാം, നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം എങ്ങനെയുള്ള കാര്യം. ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഞാൻ ഡീറ്റെയിൽസ് ഞാൻ തരാം. പിന്നെ ബില്ലുള്ളത് മാത്രം ഞാൻ ബില്ലായിട്ട് ഞാൻ ഫോട്ടോ ആയിട്ടും
ഇവിടെ ലാസ്റ്റായിട്ട് കൊടുക്കാം. നിങ്ങൾ പൗസ് ചെയ്ത് വായിച്ചാൽ മതി. വീലിൻ്റെ ഭാഗം തുടങ്ങുന്ന സമയത്ത് ആ വീലിൻ്റെ ഭാഗം വരുന്ന ഇനി വരാനുള്ള എല്ലാ കംപ്ലയിൻറ്റ് ഇൻക്ലൂഡ് ബെയറിങ് അടക്കം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ഭാഗം തുടരരുത് എന്നുള്ളൊരു കോൺസെപ്റ്റോടെ അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തിന് ഇനി തൊടുകയില്ല. കാരണം ഇനി അടുത്ത ടയർ മാറുന്നവരെ ആ ഭാഗത്ത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ബെയറിങ്സ് എല്ലാം മാറ്റി ഫ്രഷ് ഇട്ടിരിക്കുന്നത് പുത്തൻ സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ചേസിൻ്റെ ഒരു ബണ്ട് ഉണ്ടായിരുന്നു. കുറച്ച് ഇവിടെ സീറ്റ് ഡാമേജ് ആയ മുമ്പ് പഴയ സീറ്റ് കുറച്ച് ഡാമേജ് ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള തുരുമ്പോൾ കുറച്ച് ബെൻഡും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുറച്ച് തുരുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഫുള്ള് ചിരണ്ടി എടുത്ത് നമ്മൾ പുതിയ വെൽഡ് ചെയ്ത് അവിടെ മൊത്തം ഫ്ലാറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് വിട്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കിലേക്ക് ഈ ഒരു സൈഡ് ഇറങ്ങി കിടക്കുമായിരുന്നു. ഈ ഒരു ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നൂർത്തിയിട്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വെൽഡിങ് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ പുറമേ കാണാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ആ വീലല്ലാതെ വേറെ ഒന്നും കാണാനില്ല. ബാക്കി എല്ലാം ഉള്ളിലാണ്. പിന്നെ നമുക്ക് ചെറിയ മൾഗടൊക്കെ വളഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും മാറ്റിയായിരുന്നു. പിന്നെ ഏകദേശം ബാക്കിലൊരു ലുക്ക് ഇപ്പോൾ നിറയെ ചെറിയ വളവുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടെയിൽ ലൈറ്റിൻ്റെ ഒരു വളവുണ്ട്, അത് നമുക്ക് അടുത്ത ടൈമിൽ ഈ സാധനം മാറണം. ബാക്കിയെല്ലാം ചെയ്സാണെങ്കിൽ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ടാങ്കൊക്കെ വന്ന് ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നല്ലോണം ഇരുത്തി സ്റ്റേ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെറ്റപ്പാണ് വണ്ടി. ഓവറോൾ എല്ലാം ഓക്കെ ആയി. പക്ഷേ മെയിൻ കിട്ടിയ പണി പറഞ്ഞാൽ ക്ലച്ചിലാണ്. പിന്നെ ഓരോ വർക്കെടുത്ത് വരുമ്പോഴേക്കും ഓരോ കുഞ്ഞു പാർട്സ്. ഇപ്പോൾ ഈ സിമ്പിൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു റബ്ബർ, ഈ കേബിൾ വരുന്ന ഈ ഒരു റബ്ബറിന് 50 രൂപ ആ ലെവലാക്കിയാണ് ഇപ്പോൾ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതേപോലെ ഒരു 4 റബ്ബർ വാങ്ങുമ്പോഴേക്കും 200 രൂപയായി. കാരണം അത് 60 രൂപ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു റബ്ബറിന്, ഈ ഒരു ഇതിൻ്റെ മേലെ വരുന്ന റബ്ബറിന്. അപ്പോൾ നിങ്ങളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് എഫക്റ്റ് വന്ന്. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ വലിയൊരു എമൗണ്ട് തന്നെ പൊടുന്നുണ്ട്. ഡെയിലി വണ്ടി ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഡെയിലി അത്യാവശ്യം വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ഒരു ചെറിയ റെക്കമെൻഡേഷൻ തരാം. എവരി 3000 അല്ലെങ്കിൽ 3000 മാക്സിമം 3500 ആകുമ്പോഴേക്കും എഞ്ചിൻ ഓയിൽ മാറ്റുക. അത് നല്ല ബ്രാൻഡിൻ്റെ തന്നെ ഒറിജിനൽ സാധനം തന്നെ. മാർക്കറ്റിൽ നിറയെ രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒറിജിനൽ തന്നെ നമ്മുടെ ഒറിജിനൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മാറ്റുക. കാസ്ട്രോ ഓയിൽ അല്ലെങ്കിൽ മോട്ടീവ് ഓയിൽ, നല്ല ബ്രാൻഡുകൾ ഏതെങ്കിലും വാങ്ങുക. വില നോക്കി കോസ്റ്റ് എഫക്റ്റ് നോക്കിയിട്ട് വേറെ ഇതിൽ പോകരുത്. കാരണം നല്ല രീതിക്കുള്ള ചൂട് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റിക്ക് നല്ല രീതിക്ക് പ്രശ്നം വരും. എനിക്ക് പ്രശ്നം വന്നു. ഈ എഞ്ചിൻ ഓയിൽ എൻ്റെ വണ്ടി വന്നിട്ട് ഏകദേശം 5000 കിലോമീറ്ററൊക്കെ ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ലാസ്റ്റ് തവണ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഒരു ദിവസം 120-130 കിലോമീറ്റർ ഡെയിലി ഓട്ടം ഉണ്ടായിരുന്നു. 2 ആഴ്ചൻ്റെ ഉള്ളിൽ വണ്ടിയുടെ എഞ്ചിൻ ഓയിലിൽ വിസ്കോസിറ്റി. ഒരു ദിവസം വടക്കഞ്ചേരി പോകുന്ന സമയത്ത് വണ്ടിയിലെ എഞ്ചിൻ ഓയിൽ ഒരു ദിവസം ചെറിയൊരു പിടുത്തമൊക്കെ, വണ്ടിക്ക് ഒരു പവർ ലാഗൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വണ്ടി ഒരു 20 കിലോമീറ്റർ ഓടുമ്പോഴേക്കും വണ്ടി മൊത്തത്തിലൊരു പിടുത്തം, ഗിയർ ടൈറ്റ്, മൊത്തം ആകെ സീനായി പോയി. പിന്നെയാണ് ഞാൻ എഞ്ചിൻ ഓയിൽ ചെക്കുന്ന സമയത്ത് എഞ്ചിൻ ഓയിലൊക്കെ പക്കയാണ്, എഞ്ചിൻ ഓയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എഞ്ചിൻ ഓയിലിലെ വിസ്കോസിറ്റി ഒരു പ്രശ്നം വന്നു. വിസ്കോസിറ്റി വന്നിട്ട് വെള്ളം പോലെ, എഞ്ചിൻ ഓയിൽ തിക്നെസ് പോയി മൊത്തം വെള്ളം പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ നല്ല രീതിക്കുള്ള ഫോൾട്ടുകൾ വരും. ക്ലച്ച് ബേൺ ആകും. പിന്നീട് അങ്ങനെയാണ് മെയിൻ ക്ലച്ച് ബേൺ ആകാനുള്ള മെയിൻ റീസൺ. ക്ലച്ച് ബേണിങ്, അതേപോലെ തന്നെ പല പാർട്സിലുള്ള തേയ്മാനങ്ങൾ, ഗിയർ ബോക്സ് അങ്ങനെ തേയ്മാനം വന്നു. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ, ഞാൻ പെട്ടെടുക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വെച്ചാൽ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നില്ല. വിസ്കോസിറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഈ ഗിയർ ബോക്സും നമുക്ക് ഡാമേജായി. അതിൻ്റെ 3rd ഗിയർ ഡാമേജാണ്. ഇപ്പോൾ ഞാൻ കുറേ ബുദ്ധിമുട്ടിട്ട് ഓടുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സൈഡാണ് എഞ്ചിൻ സൈഡ്. ആ എഞ്ചിൻ സൈഡ് തന്നെ എനിക്കിപ്പോൾ നല്ല പണി കിട്ടി. ഇപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ് വന്നതും ഈ 12,000 കൊടുത്ത് വണ്ടി പണിന് ശേഷം വണ്ടി എടുത്തു വരുമ്പോഴാണ് എനിക്കിത് ഒരുപാട് ഫോൾട്ട് ചെയ്യുന്നു തുടങ്ങിയത്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഗച്ച് പണയ സമയത്ത് തന്നെ വണ്ടി ഒരുപാട് എടുത്തൊന്നുമില്ല. പിന്നെ വലുതായിട്ട് ഓടിച്ച് നോക്കാനും വലിയ സ്പീഡൊന്നും പോയില്ലല്ലോ. പക്ഷേ നമുക്ക് സ്പോട്ട് ചെയ്യുന്നത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ്, എല്ലാ വർക്കും കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നത്. നമ്മളിപ്പോൾ എഞ്ചിനെല്ലാം ക്ലോസ് ചെയ്തല്ലോ, എല്ലാം തന്നെ ചെയ്യാമായിരുന്നു. പിന്നെ നമ്മുടെ സ്പെയറും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ പെട്ടെടുക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇനി 4 സ്പീഡ് വേണോ 5 സ്പീഡ് വേണോ എന്നൊരു കൺക്ലൂഷനിലാണ്. പിന്നെ എന്തായാലും എനിക്കൊരു 5 സ്പീഡ് കേടുന്നൊരു ആഗ്രഹമുണ്ട്. ബഡ്ജറ്റില്ല, പക്ഷേ ഞാൻ അത് ബഡ്ജറ്റ് ആകുന്നവരെ വെയിറ്റിംഗ് ആണ്. മിക്കവാറും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ 5 സ്പീഡിൻ്റെ കൺഫേഷനും കാണും. RX സെൻറ്ററിൽ ഈ 5 സ്പീഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യൻ 135ൻ്റെ 5 സ്പീഡ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കിങ്ങിൻ്റെ ക്ലോസ് റേഷ്യോ 5 സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയുണ്ടാകും, കയറ്റിക്കഴിഞ്ഞാൽ എത്ര പെർഫോമൻസ് ഉണ്ടാകും, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നിറയെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. RX എടുക്കാൻ പ്ലാനുള്ളവരാണെങ്കിലും ഇനി മോഡിഫൈ ചെയ്യാനുള്ള പ്ലാനുള്ളവരാണെങ്കിലും 135ൻ്റെ 5 സ്പീഡ് കയറ്റി വല്ല ഉപകാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ഒരു വർക്ക് എടുക്കാൻ അയച്ചപ്പോൾ അതിലുള്ള ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഞാൻ ഏകദേശം തീർത്തു കേട്ടോ. ഇനി ഒന്നും ചെയ്യരുത് എന്നുള്ളതിൽ ഞാൻ ഏകദേശം എല്ലാം തീർത്തു തന്നെ പറഞ്ഞില്ല. ഈ ബുഷുകൾ, സസ്പെൻഷൻ ബുഷുകൾ പോയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. മെയിനെ പറയാൻ വിട്ട്, കാരണം നമ്മുടെ ചെയിൻ സ്പോക്കറ്റ് വന്നിട്ട് മാറ്റിയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കിടന്ന നേരത്തെ RX ചെയ്യണം. അതുകൊണ്ട് നല്ല രീതിക്കുള്ള ഹൈവേ പെർഫോമൻസ് ഭയങ്കര കൂടുതലാണ്. നല്ല ടോപ്പ് ആൻഡ് കയറിപ്പോൾ ഏകദേശം 115 വരെ എനിക്ക് മീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 120 വരെ ഞാൻ NS 160ൻ്റെ ഒപ്പം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇട്ടിരിക്കുന്ന 100ൻ്റെ
എനിക്ക് ഐ തിങ്ക് 38-9 അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ 37 കിടന്നത്, 30 ആണോ എനിക്കങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. 30 ഞാനിവിടെ മെൻഷൻ ചെയ്ത് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ, എൻ്റെ ഉണ്ട്, ഞാൻ അത് ഇട്ട് തരാം. 37 എന്ന് കിടന്നത് RX Gൻ്റെ. ഇപ്പോൾ 39 എന്തോണ് RX 100ൻ്റെ 9 കിടക്കുന്നത്. അതും ജെന്യൂൻ ആയിട്ടുള്ള പാർട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജെന്യൂൻ പാർട്സ് ചെയിൻസ് പോക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് മാറ്റിയായിരുന്നു. പിന്നെ എൻ്റെ ബുഷ് ചൈൽഡ് പാർട്സ് ബുഷ് ആ ബാക്ക് സൈഡിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും മാറ്റിയായിരുന്നു കേട്ടോ. ഏകദേശം നമുക്ക് എഞ്ചിൻ റബ്ബർ, ഞാൻ ഈ ക്ലച്ചിൻ്റെ സൗണ്ടായിരുന്നു നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു. മാക്സിമം വണ്ടികൾക്ക് ക്ലച്ച് സൗണ്ടാണ് ഭയങ്കര രീതിക്ക് വരുന്നത്. പക്ഷെ ഞാൻ സിലിണ്ടറൊക്കെ പോയിന്നേ വിചാരിച്ചു. എഞ്ചിൻ ഗിയർ ബോക്സും എഞ്ചും എല്ലാം പോയി വിചാരിച്ചു. ഗിയർ ബോക്സ് നല്ല ഡാമേജ് ആണ്. തേർഡ് ഗിയർ ഒന്നിനും പറ്റില്ല. തേർഡ് ഗിയർ ഇട്ട വണ്ടി ചിലപ്പോൾ കട നമ്മൾ തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ 2 പ്രാവശ്യം എന്തോ എനിക്ക് ഈ തേർഡ് ഗിയർ തെന്നിപ്പോയി. പിന്നെ അടുത്ത പ്രാവശ്യം വരുന്നത് കട്ട എന്ന ഒരു സൗണ്ടും, പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഓടി കഴിയുമ്പോഴേക്കും പിന്നെ ഈ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് കട സൗണ്ട് വന്നുകൊണ്ട് വണ്ടി ഒരൊറ്റ ലോക്ക്, റിയർ വീല് ലോക്കായും കൊണ്ട് നടു റോഡിൽ എവിടെയാണ് പറഞ്ഞാൽ അവിടെ നിൽക്കും. അങ്ങനെ ആകെ സീനാണ് ബോയ്സ്. എട്ടിൻ്റെ പണി കിട്ടും എന്ന് വിചാരിച്ചു. അത് ഞാൻ 8 രൂപ ബഡ്ജറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പോയി 12,000 രൂപേൻ്റെ അടുത്തായി. 12ൻ്റെ പണിയാണ് കിട്ടിയത് ഗൈസ്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ RX അല്ല പൊതുവെ എല്ലാ വണ്ടികളും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ വർക്കിന് കൊണ്ടുപോകുന്ന വണ്ടിക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഏത് കമ്പനിയും ക്ലെയിം ചെയ്യത്തില്ല. ഫ്യൂവലിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കാശ് മാത്രമേ ക്ലെയിം ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന വൻ നഷ്ടം. ഇപ്പോൾ എനിക്ക് ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി എടുത്ത് 12,000 രൂപ വർക്ക് എടുത്തായിരുന്നു. 1 രൂപ പോലും നമുക്ക് കമ്പനിയിൽ നിന്ന് ക്ലെയിം കിട്ടത്തില്ല. വേറെ വഴിയത്തില്ല. നമ്മൾ പെട്രോളിന് മാത്രമുള്ള കിട്ടും. അതും അറിയാതെ എല്ലാ കമ്പനികളും അറിയാമല്ലോ അതിൻ്റെ സ്കീം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മുതലാകാത്ത ഒരു ക്ലെയിം ആയിരിക്കും അന്ന് കിട്ടുന്നത്. സോ അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ വണ്ടി ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫെയറായി യൂസ് ചെയ്യാനുള്ള വല്ല വണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കണ്ടീഷൻ കുറഞ്ഞ വല്ല വണ്ടി എടുത്ത് ഓടിക്കുക. അത് പിന്നെ പോയി എന്നുള്ള ലെവലിരിക്കുക. ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ കംപ്ലൈൻറ്റും കവർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാനിങ്ങനെ നെക്സ്റ്റ് നല്ല സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം പറഞ്ഞ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ ഗ്രോ ആകുന്നതനുസരിച്ച് നമ്മുടെ കണ്ടന്റിനും വ്യത്യാസങ്ങൾ വരും, നമുക്കും വ്യത്യാസങ്ങൾ വരും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗിയർ ബോക്സിൻ്റെ വീഡിയോ എന്തായാലും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. കുറച്ച് ചാനൽ ചെറിയ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം വെയിറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.